പുനലൂർ ജനമൈത്രി പോലീസ് തങ്ങളുടെ പരിധിയിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തുന്നു. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബയോമെട്രിക് സംവിധാനത്തിൽ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചാണ് തിരിച്ചറിയൽ കാർഡ് നൽകുക. 5 മുതൽ 9 വരെ ഇതിനുള്ള അപേക്ഷാ ഫോം വിതരണം ചെയ്യും. സ്പോൺസർമാർ ഫോം വാങ്ങി പൂരിപ്പിച്ച് 10നും 15നും ഇടയിൽ തിരികെ നൽകണം. 20ന് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ തൊഴിലാളികൾ നേരിട്ട് ഹാജരാകണം. തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തതിനു ശേഷം വാഹനങ്ങൾ വാടകയ്ക്ക് വിളിക്കുന്നതിന് വരെ കാർഡ് നിർബന്ധമാണ്. പൂരിപ്പിച്ച അപേക്ഷ തിരികെ സമർപ്പിക്കുമ്പോൾ സർക്കാർ അംഗീകരിച്ചതും നിലവിലുള്ളതുമായ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണം. അപേക്ഷാ ഫോമുകൾ പുനലൂർ പോലീസ് സ്റ്റേഷനിലും കരവാളൂർ അക്ഷയ കേന്ദ്രത്തിലും ലഭിക്കും. തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തത്തിലാണ് വിവരശേഖരണം. 2 ആഴ്ച മുമ്പ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജനമൈത്രി പോലീസ് നോഡൽ ഓഫീസർ അഡീഷണൽ ഡിജിപി ബി സന്ധ്യയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ അതത് ജനമൈത്രി സമിതികളുടെ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തീരുമാനമെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുനലൂർ ജനമൈത്രി സമിതി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരം ശേഖരിക്കുന്നതിന് തീരുമാനമെടുത്തത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് പെരുകുന്ന സാഹചര്യത്തിൽ ഇവരുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാൻ നേരത്തെ തന്നെ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വരുന്ന തൊഴിലാളികളുടെ എണ്ണവും സ്പോൺസർമാരുടെ വിവരങ്ങളും ശേഖരിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇത് ഫലപ്രദമായി നടപ്പായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.